തിരുവചനം പറയുന്നു, ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം, ഇൻ ഡ്യൂ സീസൺ വി ഷാൽ റീപ്പ്. തക്ക സമയത്ത് നാം കൊയ്യും. ചെടികൾ നടുന്നതിനും വിളവെടുപ്പിനും ഇടയിൽ ഒരു ശാന്തമായ ഇടമുണ്ട്. നട്ടതിനും കൊയ്ത്തിനുമിടയ്ക്കുള്ള സമയം. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതായി തോന്നുന്ന ഇടമാണിത്. ഈ ഒരിടം ആരും ഇഷ്ടപ്പെടുന്നില്ല. നട്ട ഉടനെ അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് കൊയ്ത്ത് നടക്കണമെന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ തിരുവചനം പറയുന്നത് നടാനൊരു കാലം, കൊയ്യാൻ മറ്റൊരു കാലം. ആ കൊയ്ത്ത് കാലത്തെ പുതിയ നിയമം വിശേഷിപ്പിക്കുന്നത് തക്ക സമയം എന്നാണ്. നട്ടകാലത്തിനും കൊയ്ത്ത് കാലത്തിനും ഇടയ്ക്ക് ജീവിക്കുന്നവരാകാം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ മിക്ക പേരും. പലരുടെയും മനസ്സ് ക്ഷീണിച്ചും മടുത്തിട്ടുണ്ടാകാം. വിശ്വാസത്തിൻ്റെ തീഷ്ണത കുറഞ്ഞിട്ടുണ്ടാകാം. പ്രത്യാശയ്ക്ക് മങ്ങലേറ്റിട്ടുമുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോടെല്ലാവരോടുമായി ഇന്ന് പറയുവാനുള്ളത്, തക്ക സമയത്തിനായി കാത്തിരിക്കുക. തക്ക സമയം എന്ന വാക്ക് ദൈവം നിശ്ചയിച്ച കാലത്തെ സൂചിപ്പിക്കുന്നു. ദൈവം ഒരിക്കലും നേരത്തെയോ വൈകിയോ കാര്യങ്ങൾ ചെയ്യുന്നില്ല. നമുക്ക് വൈകി എന്ന് തോന്നിയാലും ദൈവം നിശ്ചയിച്ച കാലത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒന്നും നടക്കുകയില്ല, ഇനി ഒരു കൊയ്ത്തുണ്ടാകുകയില്ല എന്ന് പിശാച് നമ്മുടെ മനസ്സിൽ മന്ത്രിച്ചാലും ദൈവം പറയുന്നു, കാര്യങ്ങൾ ആഴത്തിൽ വളരുകയാണ്. നമുക്ക് ലഭിക്കുവാനുള്ള അനുഗ്രഹത്തിൻ്റെ മഹത്വം ഏറിക്കൊണ്ടിരിക്കുകയാണ്. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായുള്ള ഒരു കൊയ്ത്തായിരിക്കും ദൈവം നമുക്കായി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിലും അവിടുത്തെ തക്ക സമയത്തിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നട്ടതിനും കൊയ്ത്തിനും ഇടയ്ക്കുള്ള മറഞ്ഞിരിക്കുന്ന ആ നിശബ്ദ കാലഘട്ടത്തിൽ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മിലെ പരാതികൾ, പരിഭവങ്ങൾ, പെറുവിറുപ്പുകൾ ഇവ പാടെ നീക്കിക്കൊണ്ട് സ്തുതികളോടും പ്രത്യാശയോടും കൂടെ ഈ നിശബ്ദ കാലഘട്ടം തരണം ചെയ്യാം. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് നിശ്ചയിച്ച കൊയ്ത്ത് വരുന്നത് വരെ എൻ്റെ ഹൃദയത്തെ സ്ഥിരതയോടെ നിലനിർത്തണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.